ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ നമ്മൾ ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. വട ചെയ്തിട്ടുണ്ട്, കട്ട്ലറ്റ്, പിന്നെ അതുപോലെ ഫ്രൂട്ട് സലാഡ്, ഹൽവ, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ പായസമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ചോറ് കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഊറ്റി വെച്ച ചോറ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ അധികം ബാക്കി വരുന്ന ഒരു ഐറ്റമാണല്ലോ ഈ ചോറ്. അപ്പോൾ അത് കളയാതെ റീയൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചൈന ഗ്രാസ്, ജെലാറ്റിനൊക്കെ ചേർത്തിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അതൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുഡിങ്ങിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മാത്രമേ ഞാനിവിടെ മധുരത്തിന് ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പുഡിങ് കിട്ടും. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിരുന്നു കേട്ടോ. ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഏലക്കാപ്പൊടി ആണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് ആവിയിൽ വേവിക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. പിന്നെ അത് വേവിക്കുമ്പോൾ മൂടി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടൂല. ഏകദേശം 25 മിനിറ്റ് ആവിയിൽ വെച്ചപ്പോഴാണ് കേട്ടോ ഈ പുഡിങ് റെഡി ആയത്. ഇത് പരന്ന പാത്രമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 25 മിനിറ്റ് കൊണ്ടായത്. കുറച്ചുകൂടെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ജെലാറ്റിനും ചൈന ഗ്രാസും ചേർക്കുന്ന പോലെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് എല്ലാ പീസും പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു 4-5 പീസ് മാത്രമേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോറ് കൊണ്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ചേർക്കാതെയാണല്ലോ ഇത്രയും നല്ല പുഡിങ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതുപോലെ നമ്മൾ ഇതിന് മുൻപ് ചെയ്ത റെസിപ്പീസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ചോറ് കൊണ്ടുള്ള എല്ലാ റെസിപ്പീസും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്